ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന് പറയുന്ന ചരിത്ര നഗരം. ആ നഗരത്തിലെ ഒരു സമ്പന്ന വ്യാപാരി കുടുംബത്തിൽ ജനിച്ചയാളായിരുന്നു ഹാജി അലി ഷാ ബുഖാരി. അതീവ സമ്പന്നമായ കുടുംബം. ക്രമേണ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ദരിദ്രർക്ക് ദാനം ചെയ്യുകയാണ്. ദാനം ചെയ്തിട്ട് അദ്ദേഹം ആത്മീയതയിലേക്ക് തിരിഞ്ഞു, പൂർണ്ണമായിട്ടും ആത്മീയതയിലേക്ക്. ഒരു സൂഫി വര്യൻ്റെ ജീവിതം അങ്ങ് സ്വീകരിച്ചു. സൂഫി പാതയിലൂടെയായി പിന്നെ ജീവിതം. അങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ്റെ പല പ്രദേശങ്ങളിലൂടെ ആ മനുഷ്യൻ സഞ്ചരിച്ചു. അവിടെയെല്ലാം ഈ സൂഫി പാരമ്പര്യത്തെക്കുറിച്ച് അദ്ദേഹം ആളുകളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന് ചില അത്ഭുത സിദ്ധികളുണ്ടായിരുന്നു എന്നും ആളുകൾ പറഞ്ഞു തുടങ്ങി. അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് എതിർദിശയിൽ നടന്നു വരുന്നത് കണ്ടു. അദ്ദേഹം ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് കുറച്ച് പണം എൻ്റെ കയ്യിൽ തന്നിട്ട് എണ്ണ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ് വിട്ടതാണ്. ഞാൻ പോയി തിരിച്ചു വരുന്ന വഴി, എണ്ണ വാങ്ങിക്കൊണ്ട് വരുന്ന വഴി ഒരു കല്ലിൽ തട്ടി വീണു. എണ്ണയുടെ മൺകുടം തകർന്നു പോയി, ഈ എണ്ണയും പോയി. ഇനി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓർത്തിട്ട് കരഞ്ഞതാണ്. ഭർത്താവിനെ ഇനി എങ്ങനെ അഭിമുഖീകരിക്കും? ആകപ്പാടെ ഉണ്ടായിരുന്ന പണമാണ് വന്നു വിട്ടത്. അപ്പോൾ ഹാജി അലി ഷാ ബുഖാരിക്ക് മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വാ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. എവിടെയാണ് എണ്ണ വീണേ? കുറച്ചപ്പുറയാണ്. ആ സ്ത്രീയെയും കൂട്ടി ഹാജി അലി മുമ്പോട്ട് നടന്നു. എണ്ണ മറിഞ്ഞു വീണ സ്ഥലത്തെത്തി. അവിടെ ചെന്ന് അദ്ദേഹം നിലത്ത് കൈവിരൽ കൊണ്ട് ഇങ്ങനെ അമർത്തിയപ്പോൾ അവിടെ നിന്നൊരു ഫൗണ്ടൻ പോലെ എണ്ണ മുകളിലേക്ക് ഭൂമിക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ചീറ്റി വന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു പാത്രത്തിൽ ആ എണ്ണ ശേഖരിച്ച് ആ സ്ത്രീ സന്തോഷത്തോടെ പോയി എന്നാണ് കഥ. പക്ഷേ അന്ന് രാത്രി ഹാജി അലി ഷാ ബുഖാരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. രാത്രിയിലൊരു വെളിപാട്, ഒരു സ്വപ്നം. താങ്കൾ ഭൂമിയെ വേദനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതയാൾ വലിയ കുറ്റബോധം വളർത്തി. അയാൾ പിന്നീട് ദേശാടനത്തിനിറങ്ങുകയാണ്. ആത്മീയ ചൈതന്യം തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ്. ഇന്ത്യയിലെ മുംബൈയിലേക്ക് എത്തുന്നു. മുംബൈയിലെ വർളി ഏരിയയിലേക്ക് എത്തുന്നു. വർളിയിൽ കടൽ തീരത്ത് അദ്ദേഹം ധ്യാനത്തിൽ, പ്രാർത്ഥനയിൽ മുഴുകുന്നു. അവിടെ ആളുകളോട് സൂഫിസത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അവരെ സൂഫിസത്തിലേക്ക് ആകർഷിക്കുന്നു. അവിടെ കടലിലെ ഒരു പാറക്കെട്ടിൽ അദ്ദേഹം പലപ്പോഴും ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ താമസിക്കുന്നു. അദ്ദേഹത്തിന് ധാരാളം അനുയായികളുണ്ടാകുന്നു. ക്രമേണ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നശിക്കുന്നു, പ്രായാധിക്യത്തിലേക്ക് എത്തുന്നു, മരണാസന്നനാവുന്നു. മരണം അടുത്തെത്തുമ്പോൾ അദ്ദേഹം തന്നെ അനുയായികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൃതദേഹം ഒരു പെട്ടിയിലാക്കി നിങ്ങൾ ഈ കടലിൽ ഒഴുക്കണം. ഈ കടലിൻ്റെ ഏതെങ്കിലും ഒരു തീരത്ത് ആ മൃതദേഹം വന്ന് അടിയുകയാണെങ്കിൽ അവിടെ എൻ്റെ മൃതദേഹം സംസ്കരിക്കുക. താമസിയാതെ അദ്ദേഹം മരിക്കുന്നു. അനുയായികൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പെട്ടിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാക്കുന്നു, അടക്കം ചെയ്യുന്നു. എന്നിട്ട് അറബിക്കടലിലേക്ക് ഒഴുക്കുന്നു. അകന്നു പോകേണ്ടതിന് പകരം ആ പെട്ടി തിരികെ ഈ പാറക്കെട്ടിൽ, ഈ വർളിയിലെ തീരത്തെ ഒരു പാറക്കെട്ടിൻ്റെ തീരത്ത് വന്നെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ ആ പെട്ടിയെടുത്ത് ആ പാറക്കെട്ടിൽ, ആ ദ്വീപിൽ സംസ്കരിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് വേണ്ടി ഒരു മക്ബറയും ഒരു മോസ്കും ഒരു മസ്ജിദും പണിയുന്നു. 1431 ആ മസ്ജിദും ആ മക്ബറയും അവിടെ പണിയുന്നത്. ആ 1431 മുതൽ ഞാൻ ആ സഞ്ചരിക്കുന്ന ദിവസം വരെ, ആ 10 വർഷം മുമ്പത്തെ ആ ദിവസം വരെ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുള്ള തീർത്ഥാടകരുടെ ഒരു ആത്മീയ കേന്ദ്രമാണ് ഈ ഹാജി അലി മോസ്ക്, ഈ ഹാജി അലി മസ്ജിദ്, ഈ മക്ബറ. ഞാൻ വർളിയുടെ കടൽ തീരത്തെ ആ പാതയിലൂടെ ഠാക്കൂറിൻ്റെ കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ആ കടലിൽ അകലെ ആ പാറ കാണുന്നത്. ആ പാറയുടെ മുകളിലെ മക്ബറയും മസ്ജിദും കാണുന്നത്. ഠാക്കൂറിനോട് പറഞ്ഞു, വണ്ടി കുറച്ചുകൂടെ മാറ്റി നിർത്ത്, എനിക്ക് അവിടെ ഒന്ന് പോകണം. അപ്പോൾ അവിടെ ഒരിടത്ത് വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി. ഈ തീരത്ത് നിന്ന് ഈ മക്ബറയിലേക്ക്, ഈ കടലിലേക്ക് ഇറങ്ങി കടലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ പാറക്കെട്ടിലേക്ക് ഏകദേശം നേരെ പോയാൽ തന്നെ ഒരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. പക്ഷേ അങ്ങോട്ടൊരു കോസ്വേ പണിതിട്ടുണ്ട്. അങ്ങോട്ട് നടക്കുമ്പോൾ വീതി കുറഞ്ഞൊരു ഒരു കോസ്വേ ആണ്. ഈ പാതയുടെ ഒരു വശം മുഴുവൻ കച്ചവടക്കാർ നിരന്നിരിക്കുകയാണ്. കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ പലതരം കച്ചവടക്കാരാണ്. കൂടുതൽ ആളുകളും ഈ തീർത്ഥാടകർക്ക് വേണ്ട ഭക്തവസ്തുക്കൾ വിൽക്കുന്ന ആളുകൾ, സാമ്പ്രാണി, ചില പട്ടുതുണികൾ ഒക്കെ. ഈ പട്ടുതുണിയൊക്കെ ഈ മക്ബറയിലെ ഈ ഖബറിനെ പുതപ്പിക്കാനുള്ളതാണ്. അതുകൂടാതെ തന്നെ മക്കയിലെ ഹറം പള്ളിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വലിയ തുണികൾ, ക്യാൻവാസുകൾ, പെയിൻറ്റിങ്ങുകൾ, വീടുകളിലേക്ക് ഭക്തർക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്ന ഭക്തവസ്തുക്കൾ, ഇതൊക്കെ വിൽക്കുന്ന ആളുകൾ. പിന്നെ കൂടാതെ ഒരു ഉത്സവപ്പറമ്പിൽ സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള വള, ചാന്ത്, പൊട്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്നവർ, ഭക്ഷണ വസ്തുക്കൾ വിൽക്കുന്നവർ. ഇവർ ഈ റോഡിൻ്റെ ഒരു പകുതി ഭാഗം, ഈ കോസ്വേയുടെ ഒരു പകുതി ഭാഗം എടുത്തിരിക്കുകയാണ്. ബാക്കി പകുതി സ്ഥലത്തൂടെ വേണം നമ്മൾ നടക്കാൻ. അങ്ങനെ നടന്ന് ഈ മക്ബറയുടെ പടിപ്പുരയിലേക്ക് എത്തുകയാണ് നമ്മളാദ്യം.
ആദ്യത്തെ ഒരു പടിപ്പുരയുണ്ട്. അത് കഴിഞ്ഞ് 2-3 സ്റ്റെപ്പുകളൊക്കെ കയറി നമ്മൾ ഈ മസ്ജിദിൻ്റെ ഈ മക്ബറയുടെ മുന്നിലേക്ക് എത്തുന്നു. വലിയൊരു താഴികക്കുടത്തോട് കൂടിയ ഒരു കെട്ടിടമാണ് മക്ബറ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ധാരാളം ആളുകൾ അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് മറ്റൊരു ഹാളിലാണ് ഈ ഖബർ. ഈ ഖബറിനെ ആളുകൾ കൊണ്ടുവന്ന കിന്നരി വെച്ച ആ പട്ടുകൊണ്ട് പുതപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതിലെല്ലാ മതസ്ഥരുമുണ്ട്. 1431 മുതൽ അവിടെ ആളുകളാൽ ആദരിക്കപ്പെടുന്ന ഒരു ഖബർസ്ഥാനം. എത്രയോ ആയിരങ്ങൾ, എത്രയോ തലമുറകൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന സ്ഥലത്ത് ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. സഞ്ചാരത്തിലൂടെ ആ പ്രദേശം കാണിച്ചിട്ടുണ്ട്. ഏതായാലും അതിനകത്തെ കാഴ്ചകൾ, അതിന് സമീപത്തുള്ള മസ്ജിദ്, മറ്റു ചില കെട്ടിടങ്ങൾ, നവീകരണം നടക്കുന്ന പുതിയ കാല നിർമ്മിതികൾ, ഇതെല്ലാം ചിത്രീകരിച്ചു. ആളുകളിങ്ങനെ ഒഴുകുകയാണ്. അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു കാഴ്ചയുണ്ട്. ഈ കോസ്വേയുടെ 2 വശത്തും നമുക്കറിയാം അറബിക്കടലാണ്. അറബിക്കടൽ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഒരു കടലിടുക്കാണ്. ഒരു ചെറിയ തടാകം പോലെ ആ വെള്ളം ഉള്ളിലേക്ക് കയറി കിടക്കുകയാണ്. അവിടേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കറുത്ത വെള്ളം. ഈ വെള്ളത്തിൻ്റെ മുകളിൽ മുംബൈ നഗരത്തിൻ്റെ മാലിന്യങ്ങളെല്ലാം ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധം, കാണുമ്പോൾ തന്നെ ഓക്കാനം വരുന്ന ജലം. നമ്മളെ ഞെട്ടിക്കുന്ന കാഴ്ച അതല്ല. ഈ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന കുറച്ച് കുട്ടികൾ ഒരു ചങ്ങാടത്തിൽ കയറിയിരുന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ചാടുന്നു, തലകുത്തി മറിയുന്നു, വീണ്ടും ചങ്ങാടത്തിൽ കയറുന്നു. ഈ വെള്ളമാണ് ഇവൻ്റെ മൂക്കിലേക്കും വായിലേക്കും എല്ലാം കയറിപ്പോകുന്നത്. നമുക്ക് സഹിക്കില്ല. നമ്മുടെ മുംബൈ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. പല ഭാഗങ്ങളിലും മുംബൈയിലെ ദരിദ്ര ജീവിതം ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ്. സ്ലം ഡോഗ് മില്യനർ എന്ന് പറയുന്ന ഒരു സിനിമ ഒരു സായിപ്പെടുത്തപ്പോൾ ഒത്തിരി പേര് അതിനെതിരെ വിമർശിച്ചു. പക്ഷേ മുംബൈയിലൂടെ കണ്ണ് തുറന്ന് നടക്കുന്ന ആളുകൾ ഇന്നും അന്നും കാണുന്നൊരു കാഴ്ചയാണിത്. മാലിന്യത്തിൻ്റെ അഴുക്കുചാലുകൾ നിറഞ്ഞ മുംബൈ, അതിനുള്ളിൽ പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യർ. ധാരാവി എന്ന ചേരി പ്രദേശത്തൂടെയൊക്കെ മഴക്കാലത്ത് നമ്മൾ നടക്കുമ്പോൾ മാലിന്യത്തിൻ്റെ ഒരു തടാകത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെയാണ്. ഒരിക്കൽ ഞാൻ ചൈനയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു ടൂർ ഗൈഡ് കുറച്ച് ദിവസങ്ങളുടെ യാത്രയുടെ സൗഹൃദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ പ്രധാന പട്ടണങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്ര വൃത്തിഹീനമായിട്ട് കിടക്കുന്നത്? നമുക്കെതിരെയുള്ളൊരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണോ എന്നറിയത്തില്ല, ചൈനയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നതെല്ലാം ഇത്തരം വൃത്തികേടുകളുടെ ചിത്രങ്ങളാണ്, മാലിന്യത്തിൻ്റെ ചിത്രങ്ങളാണ്. ഈ സ്ലം ഡോഗ് മില്യനർ പോലെ ചില ദൃശ്യങ്ങൾ പോലെ ചേരി പ്രദേശങ്ങളിൽ കീടങ്ങളെപ്പോലെ കൃമികളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യരുടെ ചിത്രങ്ങളാണ്. ഞാനത് തന്നെ നിഷേധിച്ചു. മുമ്പേ നിങ്ങൾ കരുതുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ തോണ്ടി മൊബൈൽ ഫോണിൽ കുറച്ച് നേരം ഇരുന്ന് എന്തോ തപ്പി കഴിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെയല്ലേ നിങ്ങളുടെ ബോംബെ? നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിനി മാറ്റേണ്ടതായ, നമ്മൾ തിരുത്തി കുറിക്കേണ്ടതായ കുറേയേറെ ശീലങ്ങളുണ്ട്. നമ്മുടെ നാട്ടുനടപ്പുകളുണ്ട്. നമ്മുടെ ഭരണാധികാരികളും മുനിസിപ്പൽ അധികൃതരും കോർപ്പറേഷൻകാരും പൊതുജനങ്ങളും ഒക്കെ മനസ്സുവെക്കേണ്ട ഒന്നുണ്ട്. വൃത്തിയുള്ളൊരു ഇന്ത്യ സൃഷ്ടിക്കുക, സൗന്ദര്യമുള്ളൊരു ഇന്ത്യ സൃഷ്ടിക്കുക. ഇന്നത്തെ കാലത്ത് സമ്പത്തിനേക്കാൾ, സൈനിക ശക്തിയേക്കാൾ ഒരു നാടിന് ആദരവ് നേടിത്തരുന്നത് വൃത്തിയും സൗന്ദര്യവും സൗന്ദര്യബോധവും സാംസ്കാരിക ബോധവും അച്ചടക്കവുമുള്ള ഒരു മനുഷ്യ സമൂഹമാണ്. അന്യരാജ്യങ്ങളിൽ പോയി കൂത്താടി നാടിന് പേരുദോഷമുണ്ടാക്കാത്ത ആളുകൾ, സ്വന്തം നാട്ടിൽ വൃത്തിയോടെ നാടിനെ സംരക്ഷിക്കുന്ന ആളുകൾ. തിരിച്ചു നടക്കുമ്പോൾ ഈ കാഴ്ച കണ്ട എനിക്ക് ആ മനോഹരമായ ഹാജി അലി മോസ്കും അതിൻ്റെ പരിസരവും അത് മനോഹരമായി നവീകരിക്കുന്ന കാഴ്ചകളും കൊണ്ട് ആനന്ദിച്ച് എനിക്ക് ആ മടക്കയാത്രയിലെ ഈ വൃത്തികെട്ട കാഴ്ചകൾ മനസ്സിനാകെ തകർത്തു. ഈ മാലിന്യജലത്തിൽ കുത്തിമറിയുന്ന കുട്ടികളുടെ ദൃശ്യങ്ങളുടെ അപ്പുറം അങ്ങേക്കരയിൽ തീരത്ത് ആകാശം മുട്ടുന്ന ഗംഭീര സൗധങ്ങളാണ്. അവിടെ മുകേഷ് അംബാനിയുടെ അന്റീലിയയും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ ആഡംബര ബംഗ്ലാവുകളും കോർപ്പറേറ്റ് ഭവനങ്ങളും ഇങ്ങനെ ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ 2 ദൃശ്യങ്ങളും ചേർന്ന ഒരു ഫ്രെയിമാണ് എൻ്റെ ക്യാമറയിൽ മടക്കയാത്രയിൽ ഇന്നും അവിസ്മരണീയമായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ തിരിച്ചു വന്നു. ടാക്കോൻ്റെ കാറിൽ കയറി ഞങ്ങൾ വീണ്ടും യാത്രയായി. ബോംബെയുടെ തെക്കൻ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ മുംബൈയുടെ തെക്കൻ ഭാഗം എന്ന് പറയുന്നിടത്താണ് മുംബൈ നഗരത്തിൻ്റെ ഹൃദയം. കാറിൽ അങ്ങനെ പോകുമ്പോൾ ഒരു പുരാതനമായ ഒരു കെട്ടിടം കാണുകയാണ്. 1832 പണിത ഒരു കെട്ടിടമാണ്. അതൊരു കോളേജാണ്, വിൽസൺ കോളേജ്. ജോൺ വിൽസൺ എന്ന ഒരു ബ്രിട്ടീഷ് മിഷണറി സ്ഥാപിച്ച കോളേജ്. 1832 ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജുകളിലൊന്ന്, ഉന്നത പഠന കേന്ദ്രങ്ങളിലൊന്ന്. ഇത്തരത്തിൽ സ്ഥാപിക്കപ്പെട്ട മിക്കവാറും കോളേജുകളും യൂണിവേഴ്സിറ്റികളിലും ഒന്നുകിൽ പാശ്ചാത്യരായ മിഷണറിമാരോ അതല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റോ സ്ഥാപിച്ചതായിരുന്നു. ഇതിനെ മാതൃകയാക്കി അക്കാലത്തെ നാട്ടുരാജാക്കന്മാർ കുറേ കോളേജുകൾ ആരംഭിച്ചു. എങ്കിലും ബഹുഭൂരിപക്ഷം ഇത്തരത്തിലുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലത്ത് ഇന്ത്യയിൽ ആരംഭിച്ചത്
ഈ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. അതിൽ ആദ്യത്തെ കോളേജുകളിൽ ഒന്ന് തന്നെയാണ് കോട്ടയത്തെ CMS കോളേജ്. 1817 ക്രിസ്ത്യൻ മിഷണറിമാരാൽ ആരംഭിക്കപ്പെട്ട ഒരു കോളേജ്. ആ സമയത്ത് തന്നെ 1817 തന്നെ കൽക്കട്ടയിൽ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നു. 1830 കൽക്കട്ടയിൽ തന്നെ സ്കോട്ടിഷ് ചർച്ച് കോളേജ് ആരംഭിക്കുന്നു. പിന്നെ 1837 മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ആരംഭിക്കുന്നു. ഇന്ന് IIT റൂർക്കി എന്നറിയപ്പെടുന്ന ആധുനിക ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു വിദ്യാലയം അക്കാലത്ത് 1847 തോംസൺ കോളേജ് എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഒരു കോളേജാണ്. കൽക്കട്ടയിലെ ഹൂഗ്ലിയിൽ 1818 ആരംഭിച്ച സെറാംപൂർ കോളേജ് അതും ഇത്തരത്തിലുള്ള ഒരു ആരംഭിക്കപ്പെട്ട പാശ്ചാത്യ മിഷണറിമാരിലൊക്കെ ആരംഭിക്കപ്പെട്ട കോളേജാണ്. 1820 ബിഷപ്സ് കോളേജ് കൽക്കട്ടയിലേത്. ഇങ്ങനെ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴയ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങൾ, ശാസ്ത്രം പഠിപ്പിക്കുന്ന കോളേജുകൾ, എക്കണോമിക്സും സയൻസും ഹിസ്റ്ററിയും ഒക്കെ പഠിപ്പിക്കുന്ന കോളേജുകൾ, ഇത് ബഹുഭൂരിപക്ഷവും ഇത്തരത്തിൽ ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അക്കാലത്ത് അതല്ലാതെ മറ്റ് ഹയർ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓടി ചൗപ്പാത്തി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു സംഭവമുണ്ടായി. 2008 ഒരു ഭീകരാക്രമണം മുംബൈയിലുണ്ടായി. 2008 നവംബർ 26 ആ സംഭവം. ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ നടുക്കിക്കളഞ്ഞ ഒരു സംഭവം, മുംബൈ ഭീകരാക്രമണം. പാകിസ്ഥാനിൽ നിന്ന് ബോട്ടുകളിൽ ഇന്ത്യയുടെ ബോംബെയുടെ തീരത്തേക്ക് വന്ന് ഏതോ ഒരു മുക്കുവ ഗ്രാമത്തിൽ തീരത്ത് ബോട്ടടുപ്പിച്ച് ആയുധമായി കയറി വന്ന കുറേയേറെ ഭീകരന്മാർ മുംബൈ നഗരത്തിലേക്കെത്തി പല വഴിക്ക് പിരിഞ്ഞുപോയി. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലുകളിലും ലാൻഡ്മാർക്കുകളിലും ഛത്രപതി ശിവജി ടെർമിനസ് എന്ന് പറയുന്ന ആ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ പോയി കണ്ണിൽ കണ്ടവരെല്ലാം വെടിവെച്ച് വീഴ്ത്തിയ ഒരു വൈകുന്നേരം. അജ്മൽ കസബ് എന്ന ആ ഒരു തീവ്രവാദിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടെ വന്ന ആളുകളുമൊക്കെ ആ വലിയൊരു ആക്രമണത്തിൽ പങ്കാളികളായി. അജ്മൽ കസബിനെ പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നീതിന്യായ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തത് നമ്മൾ വായിച്ചു, നമ്മൾ അറിഞ്ഞു. ഈ അജ്മൽ കസബും കൂടെ ഉണ്ടായിരുന്ന ഇസ്മായിൽ ഖാനും ഛത്രപതി ശിവജി ടെർമിനസ് എന്ന ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണിൽ കണ്ടവരെല്ലാം വെടിവെച്ച് വീഴ്ത്തിയതിന് ശേഷം ഒരു കാർ പിടിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു കാറിൽ 2 തീവ്രവാദികൾ തോക്കുമായി ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ് ഈ ചൗപ്പാത്തി ഏരിയയിലെ ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം കിട്ടുന്നു. ആ ഒരു 15 പോലീസുകാർ ഈ വഴി ബ്ലോക്ക് ചെയ്യുന്നു. ബാരിക്കേഡുകൾ വെച്ച് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ പാഞ്ഞു വരുന്ന കാറ് ഈ ബ്ലോക്ക് കണ്ട്, ഈ ബാരിക്കേഡ് കണ്ട്, പോലീസിൻ്റെ സാന്നിധ്യം കണ്ട് അവിടെ തിരിച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ പോലീസുകാർ ഇതിന് നേരെ വെടിവെക്കുന്നു. അവരുടെ വെടിയേറ്റ് ഇസ്മായിൽ ഖാൻ അവിടെ തന്നെ മരിച്ചു വീണു. അജ്മൽ കസബ് മരിച്ചതായി അഭിനയിച്ച് അവിടെ കിടന്നു. അപ്പോഴത്തേക്കും പോലീസ് സംഘം ഇവരെ വളഞ്ഞു. തുക്കാറാം ഓംബ്ലെ എന്ന് പറയുന്ന ASI ഉണ്ടായിരുന്നു. അദ്ദേഹം അജ്മൽ കസബിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് കസബ് എഴുന്നേറ്റ് അയാൾക്ക് നേരെ വെടിവെക്കുന്നു. ഈ ASI തുക്കാറാം ഓംബ്ലയ്ക്ക് നേരെ വെടിവെക്കുന്നു. അദ്ദേഹത്തിന് വെടിയേറ്റെങ്കിലും അദ്ദേഹം ഇവൻ്റെ തോക്ക്, ഈ അജ്മൽ കസബിൻ്റെ തോക്ക് പിടിച്ചെടുക്കുന്നു. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള പോലീസുകാർ വളഞ്ഞ് ഇവൻ്റെ മേലെ ചാടി വീണ് അവനെ കീഴ്പ്പെടുത്തുന്നു. അങ്ങനെയാണ് അജ്മൽ കസബിനെ ജീവനോടെ പിടിക്കുന്നത്. വെടിയേറ്റിട്ടും ജീവൻ പണയം വെച്ചാണ് തുക്കാറാം ഓംബ്ലെ ഈ അജ്മൽ കസബിനെ പിടികൂടുന്നത്. അതൊരു വലിയ തെളിവായി മാറി. അത് അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതമാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് ഈ തീവ്രവാദ ആക്രമണവും അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെയും ISIയുടെയും പങ്കും തീവ്രവാദി സംഘടനകളുടെ പങ്കും എല്ലാം ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇന്ത്യക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞത്. ആ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലമാണ് നമ്മൾ പിന്നിട്ട് പോകുന്നത്. നമ്മൾ ഈ ബോംബെയിലൂടെ സഞ്ചരിക്കുമ്പോൾ ചരിത്രം കടന്നുപോയ, ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ചരിത്രവും അടുത്ത കാലത്ത് നടന്ന ചരിത്രവും ഒക്കെ കടന്നുപോയ പ്രദേശങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുക. ശരിക്കും ഞാൻ ഈ സഞ്ചരിച്ച പാതയിലൂടെ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസവും സഞ്ചരിക്കുന്ന ധാരാളം മലയാളികളുണ്ടാവാം ഇങ്ങനൊരു സംഭവം നടന്ന സ്ഥലമാണെന്നറിയാതെ. ചരിത്രം അറിഞ്ഞ് നമ്മളൊരു നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോണ്ടല്ലോ, നമുക്ക് ആ കഥകൾ നമ്മളിൽ രോമാഞ്ചം ഉണ്ടാക്കും, ആവേശം ഉണ്ടാക്കും. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഒരു വശത്ത്, ഇടതുവശത്ത് അവിടെ ഒരു വലിയൊരു മൈതാനം. ആ മൈതാനത്തിന് സമീപത്ത് ചെറിയൊരു ഉദ്യാനത്തിൽ ഒരു സ്മാരകം. വണ്ടി നിർത്താൻ പറഞ്ഞു. അവിടെ വണ്ടി നിർത്തി ഇറങ്ങി. ആ സ്മാരക ഫലകത്തിൽ കുറേ പോലീസുകാരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും പേരുകളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. 2008 നവംബർ 26 ഭീകരാക്രമണത്തിൽ സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട പോലീസ് ഓഫീസർമാരുടെയും സെക്യൂരിറ്റി ഗാർഡുകളുടെയും പേരുകളാണത്. അതിൻ്റെ ആദ്യത്തെ പേരുകളിലൊന്ന് വിജയ് സലാസ്കർ എന്ന ആ ധീരനായ പോലീസുകാരൻ്റെ പേരായിരുന്നു, പോലീസ് ഓഫീസറുടെ പേരായിരുന്നു. മറ്റൊന്ന് ഹേമന്ത് കാർക്കറെ എന്ന വീരശൂര പരാക്രമിയായ മറ്റൊരു പോലീസ് ഓഫീസറുടെ പേരും.
ഇത് രണ്ടും ഇന്ത്യൻ പോലീസ് ചരിത്രത്തിലെ മറക്കാനാവാത്ത രണ്ട് പേരുകളാണ്. എല്ലാ ഇന്ത്യക്കാരും ഓർത്തിരിക്കുന്ന രണ്ട് പേരുകൾ. അവരോടൊപ്പം മറ്റു നിരവധി ആളുകളുടെ പേരുമുണ്ട്. ആ ഭീകരാക്രമണത്തെ മാത്രമല്ല, മുംബൈയുടെ അധോലോകം എന്ന ശാപത്തെ വേരോടെ അറുത്ത് കളയാൻ തോക്കുമായിട്ടിറങ്ങി ആ നൂറുകണക്കിന് പേരെ വെടിവെച്ച് വീഴ്ത്തിയ ധീരന്മാരായ പോലീസ് ഓഫീസർമാരാണ് ഇവരെന്നൂടെ ഓർക്കുമ്പോണ്ടല്ലോ നമുക്കവിടെ നിൽക്കുമ്പോൾ ഒരു രോമാഞ്ചം ഉണ്ടാവും, ഒരാവേശം ഉണ്ടാവും. വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. മുംബൈയുടെ മറൈൻ ഡ്രൈവ് മറ്റ് സ്ഥലങ്ങൾ പോലെ വൃത്തിഹീനമായൊരു സ്ഥലമല്ല. മുംബൈയിലെ വൃത്തിയുള്ള അത്യാവശ്യം ഭംഗിയായിട്ട് സംരക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മറൈൻ ഡ്രൈവ്. കടൽ, അറബിക്കടൽ, മറ്റേ വശത്ത് സമ്പന്നരുടെ കൂറ്റൻ അപ്പാർട്ട്മെൻറ്റുകൾ, ആകാശം മുട്ടുന്ന അപ്പാർട്ട്മെൻറ്റുകൾ, മനോഹരമായ കെട്ടിടങ്ങൾ. മുംബൈയുടെ ഹൃദയമാണത്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങളാണ്. ഒരു ഭാഗത്ത് എയർ ഇന്ത്യയുടെ ആസ്ഥാനം തലയുയർത്തി നിൽക്കുന്നു. ഇപ്പോൾ ആ ബിൽഡിംഗ് എയർ ഇന്ത്യയുടെ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ പോകുന്ന സമയത്ത് അത് എയർ ഇന്ത്യയുടെ ആസ്ഥാനമായിരുന്നു. അവിടെ ആളുകൾ വിശ്രമിക്കാൻ വരും അവധി ദിവസങ്ങളിൽ. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ധാരാളം ആളുകളുണ്ട്. കടൽ തീരത്ത് പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ അടുക്കിയിട്ടിട്ടുണ്ട് കടൽ തീര അടിച്ച് കയറാതിരിക്കാൻ. അത് ഇത്തിരി ഉയർന്നിട്ടാണ്. ആ പുലിമുട്ടിനൊപ്പം ഒരു പ്രൊമനേഡുണ്ട്. അതിലൂടെ നമുക്ക് നടക്കാം. ഈ മറൈൻ ഡ്രൈവിൽ മിക്കവാറും ദിവസങ്ങളിൽ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നുണ്ടാവും. ഞാൻ ഈ ചെന്നിറങ്ങുന്ന ദിവസം അവിടെ എന്തോ ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ലൈറ്റ് യൂണിറ്റൊക്കെ വന്നിരിക്കുന്നു. പലയിടത്തും ലൈറ്റൊക്കെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകൾ കാത്തു നിൽക്കുന്നു. പ്രൊഡക്ഷൻ്റെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. ഏതോ ഒരു താരം അധികം താമസിയാതെ വരാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നു. അവർക്ക് വേണ്ട കസേരകളൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നു. ചോദിച്ചപ്പോൾ മനസ്സിലായി പെപ്സിയുടെ പരസ്യത്തിൻ്റെ ഷൂട്ടാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഷൂട്ട് നടക്കുമ്പോൾ ഒരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ധാരാളം ആളുകൾ ഇവിടേക്ക് വരുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുറേയേറെ ചെറുകിട കച്ചവടക്കാരവിടെ വന്നിട്ടുണ്ട്. കച്ചവടം എന്ന് പറയുന്നത് വലിയ വലിയ സാധനങ്ങളൊന്നുമല്ല, ചെറിയ പലഹാരങ്ങളൊക്കെ. മുംബൈയിലെ അതിസാധാരണക്കാരായ ചേരി നിവാസികളായ മനുഷ്യരുടെ പ്രതിനിധിയെപ്പോലെ ഒരു സ്ത്രീ അവരുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് അവിടെ കച്ചവടം നടത്തുന്നത് ഞാൻ കണ്ടു. ഞാനൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവരുടെ അടുത്തേക്ക് ചെന്നു. അവരൊരു ചെറിയൊരു കൊട്ടയാണ്, ചെറിയൊരു പാത്രമാണ്. അതിനുള്ളിൽ കുറച്ച് മാങ്ങ, ചിലത് വാടി തുടങ്ങിയിട്ടുണ്ട്, പഴുത്ത് തുടങ്ങാൻ പോകുന്ന മാങ്ങകൾ. ഒരു പാത്രത്തിൽ ഉപ്പും മുളക് പൊടിയും ചെറിയ മസാലയൊക്കെ ചേർത്ത ഒരു പൊടി ഒരു ചെറിയ ഭരണിയിൽ, പിന്നെ ഒരു കത്തി, പിന്നെ ചെറിയ പാത്രങ്ങൾ. ഇതാണ് അവരുടെ ആകപ്പാടെയുള്ള പ്രസ്ഥാനം. രാവിലെ തന്നെ ക്രൗഫോർഡ് മാർക്കറ്റോ ഏതെങ്കിലും ഏറ്റവും വിലക്കുറവിൽ പച്ചക്കറികൾ കിട്ടുന്ന മുംബൈയിലെ അതിസാധാരണക്കാരുടെ ഒരു ചന്തയിലേക്ക് ഇവർ പോകും. പോയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന മാങ്ങ വാങ്ങും. അവിടെ ഒരു മാങ്ങയ്ക്ക് 3 രൂപ മുതൽ 8 രൂപ വരെ വിലയാണ് ഒരു വലിയ മാങ്ങയ്ക്ക് സാധാരണ ഈ ചന്തയിൽ കിട്ടുക. അത്തരത്തിലുള്ള 10-50 മാങ്ങകൾ വാങ്ങും. അതിനുള്ള പൈസ അവരുടെ ഉണ്ടാവും, തലേ ദിവസത്തെ കച്ചവടത്തിൻ്റെ ബാക്കി. ആ മാങ്ങയും ഈ മുളക് മസാലപ്പൊടിയും കത്തിയും ചെറിയ പ്ലേറ്റും ഒക്കെ ആയിട്ട്, പേപ്പർ പ്ലേറ്റും ഒക്കെ ആയിട്ട് അവരിവിടെ വന്നിരിക്കും. ഈ മാങ്ങ പൂളും, ചെത്തിപ്പൂളും. പൂളി ഈ ചെറിയ പേപ്പർ പ്ലേറ്റിൽ വെക്കും. ചെറിയ പേപ്പർ പ്ലേറ്റാണ്. അതിൽ വെച്ച് കുറച്ച് മസാലപ്പൊടിയൊക്കെ വിതറി ഒരു 20 രൂപയ്ക്ക് വിൽക്കും. അതായത് 8 രൂപയ്ക്ക് വാങ്ങിയ ഈ മാങ്ങ പൂളി പൊടിയിട്ട് വിൽക്കുമ്പോൾ 20 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അത്തരത്തിലൊരു 30-40 പേർക്ക് ഒരു ദിവസം കച്ചവടം നടക്കും. അതിലൂടെ കിട്ടുന്ന ഒരു 10-700-800 രൂപയാണ് ഈ സ്ത്രീയുടെ ഒരു ദിവസത്തെ വരുമാനം. അതിൽ നിന്ന് രാവിലെ വാങ്ങിയ മാങ്ങയ്ക്കും പ്ലേറ്റിനും മുളക് പൊടിക്കും ഉപ്പ് പൊടിക്കും എല്ലാം ഉള്ള പൈസ കഴിയുമ്പോൾ ഒരു 300-400 രൂപ മിച്ചം ഉണ്ടാവും. ഈ 400 രൂപയാണ് മുംബൈയിൽ ഈ സ്ത്രീയുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഭർത്താവ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ജോലി ചെയ്യുന്ന മക്കളുണ്ടാവാം, ചിലപ്പോൾ ഇത് രണ്ടും ഇല്ലാതിരിക്കാം. പക്ഷേ ഈ മുംബൈ നഗരം ഈ സ്ത്രീയെയും പോറ്റുന്നു. ഷൂട്ടിംഗ് ഒന്നും ഉടനെ തുടങ്ങാൻ പ്ലാനില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ പയ്യെ കാറിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ വീണ്ടും ഓടി നമ്മൾ ബോംബെയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ അവസാന കാലത്തും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെ ആദ്യകാലങ്ങളിലും എന്തിനേറെ ഇപ്പോൾ പോലും മുംബൈയുടെ ഹൃദയം എന്ന് പറയാവുന്ന ഏറ്റവും ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തുകയാണ്. കോർപ്പറേറ്റുകളുടെ ആസ്ഥാന പ്രദേശത്തേക്ക് എത്തുകയാണ്. നരിമാൻ പോയിൻറ്റ്. അവിടെയാണ് ഇങ്ങനെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെയും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും എല്ലാം ഓഫീസുകൾ ഇങ്ങനെ ആകാശത്തേക്ക് മുട്ടി ഉയർന്നു നിൽക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലത്തിന് ഏറ്റവും കൂടുതൽ വിലയുള്ള സ്ഥലമാണ് ഈ നരിമാൻ പോയിൻറ്റ്. ഈ നരിമാൻ പോയിൻറ്റിൽ ഇപ്പോൾ ഞാൻ കാറിൽ ചെന്നിറങ്ങുന്നു, അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തുന്നു. എനിക്ക് ബോംബെ അറിയാം, കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഇതൊന്നുമില്ലാതെ 93-ൽ വിറച്ച് ഈ നരിമാൻ പോയിൻറ്റിൽ കൂടെ നടന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞല്ലോ, കപ്പലിൽ വന്ന ന്യൂസ് പ്രിൻറ്റിനെ, ഡാമേജായ ന്യൂസ് പ്രിൻറ്റിനെ എടുത്ത് മറിച്ച് വിൽക്കാനും അത് ക്ലിയർ ചെയ്യാനും വേണ്ടി എന്നെ നാട്ടിൽ നിന്ന് എൻ്റെ പിതാവ് പറഞ്ഞു വിട്ടൊരു കഥ. അതിന് ആദ്യം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം വരേണ്ടിയിരുന്നത് എനിക്ക് ഈ നരിമാൻ പോയിൻറ്റിലാണ്. നരിമാൻ പോയിൻറ്റിലായിരുന്നു അന്ന്
ഞങ്ങൾക്ക് വേണ്ടി ആ പേപ്പർ ഇറക്കുമതി ചെയ്ത STC സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. നരിമാൻ പോയിൻറ്റിലെ മേക്കർ ചേംബർ 2 എന്ന ആ ഗോപുരത്തിലെ എത്രാമത്തെയോ നില എത്രയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ മുട്ടുപറച്ചാൽ ഞാൻ കയറി ചെന്നേ. ഞാൻ അത്രയും വലിയൊരു ഓഫീസിലേക്ക് ജീവിതത്തിലാദ്യമായിട്ട് കയറി ചെല്ലുക. ഒരു കോളേജ് വിദ്യാർത്ഥിയാണെന്ന് ഞാനൊന്ന് ഓർക്കണം. ഇത്തരം ഒരു സ്ഥാപനത്തിലേക്ക് അതിനു മുമ്പ് പോയിട്ടില്ല, ഇത്തരം ഒരു ഡീലും അതിനു മുമ്പ് നടത്തിയിട്ടില്ല. രണ്ടും കൽപ്പിച്ച് കയറി ചെല്ലുകയാണ് അങ്ങോട്ട്. അവിടെ ചെല്ലുമ്പോൾ ഭാഗ്യത്തിന് എനിക്കൊരു മലയാളിയെ പരിചയപ്പെടാൻ പറ്റി. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ മലയാളി ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നീട് എത്തുന്നത് നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. മുംബൈയിലുള്ളവർക്കറിയാം, വിക്ടോറിയ ടെർമിനസ് എന്ന ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്ന് പറയുന്ന നമ്മൾ ആദ്യം വന്നിറങ്ങിയ ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ എന്നല്ല, റെയിൽവേ ടെർമിനസ്. മുംബൈ ഞാൻ പറഞ്ഞല്ലോ ഒരു ഉപദ്വീപമായിട്ട് ഇങ്ങനെ കടലിലേക്ക് തള്ളി നിൽക്കുന്നതാണ്. അതിൻ്റെ തെക്കേ അറ്റത്ത് വരെ വന്ന് നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഈ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനാണ് വെസ്റ്റേൺ സബർബൻ റെയിൽവേയുടെ ഏറ്റവും എൻഡിലെ പോയിൻറ്റ്. വമ്പനൂർ റെയിൽവേ സ്റ്റേഷൻ അതും ഒരു ക്ലാസിക് നിർമ്മിതിയാണ്, അതിമനോഹരമായ നിർമ്മിതി. 1855 പണിത, ബ്രിട്ടീഷുകാർ പണിത ഒരു ഗംഭീര റെയിൽവേ സ്റ്റേഷൻ, സബർബൻ ട്രെയിനിൻ്റെ ഒരു സുപ്രധാന കേന്ദ്രം. ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പയ്യെ നടന്നാൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് എത്തും. കഷ്ടിച്ചൊരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ നടന്നാൽ മതി. നേരെ MG റോഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രൗഢമായ അതിഗംഭീരമായ റോഡാണ്. അതിൻ്റെ ഓരങ്ങളിലാണ് മുംബൈയുടെ ക്ലാസിക് മന്ദിരങ്ങൾ മുഴുവൻ കാണുന്നത്. ക്ലാസിക് മന്ദിരങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ അവരുടെ പ്രതാപകാലത്ത് അവരുടെ ഭരണ സ്ഥിരാകേന്ദ്രമായിരുന്ന നഗരത്തെ ഒരു ലണ്ടൻ പോലെ ഒരുക്കി വെച്ചത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ ചർച്ച് ഗേറ്റ് മുതൽ അങ്ങോട്ട് നടന്നാൽ മതി. അവിടെ ഫ്ലോറ ഫൗണ്ടൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട്, അതിമനോഹരമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ബ്രിട്ടൻ, ഒരു ലണ്ടൻ കാണണമെങ്കിൽ അങ്ങോട്ട് ചെന്നാൽ മതി. മുംബൈയിൽ നമ്മൾ ഈ ദൃശ്യമാധ്യമത്തിൽ കാണുന്ന അലമ്പും ചേരികളും വൃത്തികേടുകളും മാത്രമൊന്നുമല്ല, ക്ലാസിക്കായ ഒരു ബോംബെ ഉണ്ട്, ഇന്നും തകർക്കപ്പെടാത്തൊരു മുംബൈയുണ്ട്, ആ മനോഹാരിത ഒട്ടും നഷ്ടപ്പെടാത്തൊരു മുംബൈയുണ്ട്. അതാണ് ഇനി നമ്മളങ്ങോട്ട് കാണാൻ പോകുന്നത്. അതിനടുത്ത് തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ മുംബൈ യൂണിവേഴ്സിറ്റി ബിൽഡിങ്, ബോംബെ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന കേന്ദ്രം. ഈ ബോംബെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ 2 ക്യാമ്പസുകളുണ്ടെങ്കിലും അതിലെ ആദ്യത്തെ ക്യാമ്പസ് ഇതാണ്. ഇത് ഒരു ക്ലാസിക് നിർമ്മിതിയാണ്, ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്ചറിൻ്റെ എല്ലാ പ്രൗഢിയുമുള്ള ഒരു നിർമ്മിതി. 1857 ജോൺ വിൽസൺ എന്ന് പറയുന്ന നമ്മൾ നേരത്തെ കണ്ട വിൽസൺ കോളേജ് ഉണ്ടല്ലോ, അത് സ്ഥാപിച്ച ആൾ തന്നെയാണ് ഇതിനും മുൻകൈ എടുത്തത്. ഒന്ന് ഓർക്കണം, 1857, നൂറ്റാണ്ട് എത്ര കഴിഞ്ഞു. ഈ മുംബൈ യൂണിവേഴ്സിറ്റിക്ക് വലിയൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം മുഴുവൻ ആ നെഞ്ചേറ്റി നിൽക്കുന്നതാണ് ആ കെട്ടിടത്തിൻ്റെ രൂപഘടന പോലും. അതിമനോഹരമാണ്, ക്ലാസിക് ശൈലി. ഭാഗ്യവശാൽ പുതിയ കാല ഭരണാധികാരികളും യൂണിവേഴ്സിറ്റി അധികാരികളും നമ്മുടെ നാട്ടിലെ പല യൂണിവേഴ്സിറ്റികളെയും പോലെ മുമ്പിൽ തകരം മേഞ്ഞ ഒരു ഷെഡ് കെട്ടി വലിച്ചു കെട്ടിയിട്ടില്ല. അവിടെ സമരക്കാരും വിദ്യാർത്ഥി സംഘടനകളും കൊടിനാട്ടിയിട്ടില്ല. ഇങ്ങോട്ട് സ്വാഗതം എന്ന് പറഞ്ഞോ അല്ലെ അധ്യാപകരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ വൈസ് ചാൻസലറെ ഖരാവ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടോ ബോർഡുകളും പോസ്റ്ററുകളും അവിടെ സ്ഥാപിച്ചിട്ടില്ല. ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാന ഐക്കൺ എന്ന് പറയുന്നത് വലിയൊരു ടവറാണ്, ഒരു ക്ലോക്ക് ടവറാണ്. രാജാഭായ് ക്ലോക്ക് ടവർ എന്ന് പറയും. അത് രാജാഭായ് എന്ന് പറയുന്ന ആളുടെ കാശ് കൊടുത്ത് അതിൻ്റെ നിർമ്മാണത്തിന് 1 ലക്ഷം രൂപ ചെല്ലുവാൻ അന്നായ നിർമ്മിതി പണിയാൻ പണം കൊടുത്ത ഒരാളുടെ പേര് അതിനിട്ടതാണ്, രാജാഭായ് ക്ലോക്ക് ടവർ. ആ ക്ലോക്ക് ടവറും ആ ഗോഥിക് ശൈലിയുള്ള കെട്ടിട കോംപ്ലക്സും എല്ലാം കാണുമ്പോൾ നമുക്ക് വലിയൊരു ആവേശം ഉണ്ടാകും. ഈ ആവേശം അതിൻ്റെ 10 മടങ്ങെത്തും അവിടെ പഠിച്ചിറങ്ങിയവരുടെ പേര് കേൾക്കുമ്പോൾ. ആരൊക്കെയാണെന്നറിയണോ? 1 മഹാത്മാഗാന്ധി, 2 BR അംബേദ്കർ, 3 പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്ന, 4 ബാലഗംഗാധര തിലകൻ, 5 ഗോപാലകൃഷ്ണ ഗോഖലെ, 6 ടാറ്റ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ ജാംഷഡ്ജി ടാറ്റ, 7 ദാദാഭായ് നവറോജി, 8 ഹോമി ജഹാംഗീർ ഭാഭ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രശസ്തനായ ശാസ്ത്രകാരന്മാരിലൊരാൾ, പിന്നെ LK അദ്വാനി, ഇന്ത്യയിലെ വ്യവസായ പ്രമുഖനായ വിപ്രോയുടെ ചെയർമാനായ അസീം പ്രേംജി. ഇങ്ങനെ ലിസ്റ്റ് എടുത്താണ്ടല്ലോ നിങ്ങൾക്ക് സുപരിചിതമായ ഒരു 500 പ്രതിഭകളുടെ 500 മഹാരഥന്മാരുടെ പേരെങ്കിലും എനിക്കങ്ങ് പറയാൻ പറ്റും. ഇവരൊക്കെ പഠിച്ചിറങ്ങിയത് ഈ ക്യാമ്പസിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതൊക്കെയല്ലേ ക്യാമ്പസ്, അതൊക്കെയല്ലേ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയുടെ സമീപത്ത് കാണുന്ന കെട്ടിടങ്ങളും ക്ലാസിക് നിർമ്മിതികളാണ്. ഇതെല്ലാം ബ്രിട്ടീഷുകാർ അവരുടെ ഏറ്റവും സുവർണ്ണ കാലഘട്ടത്തിൽ പണിത സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആവട്ടെ, HSBC ബാങ്കിൻ്റെ ആസ്ഥാനമാവട്ടെ, ഇങ്ങനെ അതെല്ലാം ക്ലാസിക് നിർമ്മിതികളാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ പരിസരത്തൂടെ നടക്കുമ്പോഴാണ് മുംബൈക്ക് മറ്റൊരു മുഖമുണ്ടെന്നും ഒരു ക്ലാസിക് രൂപമുണ്ടെന്നും സൗന്ദര്യമുണ്ടെന്നും അതിഗംഭീര പ്രൗഢമായ ഒരു ചരിത്രമുണ്ടെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഭാഗത്തൂടെ വരണം. ഈ പ്രദേശത്തൊക്കെ ഞാൻ നടന്നാണ് കാണുന്നത്. ഇതെല്ലാം അടുത്തടുത്താണ്.
അവിടുന്ന് വീണ്ടും നടന്ന് ഞാൻ ഫ്ലോറ ഫൗണ്ടൻ്റെ സമീപത്തേക്ക് എത്തി. ഫ്ലോറ ഫൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു വെളുത്ത മാർബിളിൽ പണിത കൂറ്റനൊരു ഫൗണ്ടനാണ്. അത് റോഡിൻ്റെ നടുക്കാണ്, ഒരു ജംഗ്ഷൻ്റെ നടുക്കാണ്. ഈ ഫ്ലോറ ഫൗണ്ടന് ചുറ്റും വലിയൊരു സ്ക്വയർ എന്ന് വേണേൽ, വലിയൊരു സർക്കിൾ എന്ന് വേണേൽ പറയാം. അവിടേക്ക് പലയിടത്തുനിന്ന് വരുന്ന പാതകൾ. അങ്ങനെ നടക്കുമ്പോൾ അന്ന് വലിയ ട്രാഫിക്കില്ല, സൺഡേ ആണ്. പക്ഷേ ബൈക്കിൽ ശിവസേനയുടെ കൊടിയും കെട്ടി കുറേ ആളുകളുടെ ഒരു ജാഥ ഇങ്ങനെ പോകുന്നത് കണ്ടു. ഈ ശിവസേനയും ജനനം കൊണ്ടത് ഈ മുംബൈയിലാണ്. നിങ്ങൾക്ക് അറിയാം ബാൽ താക്കറെ എന്നൊരു മനുഷ്യനെ, ബാൽ കേശവ് താക്കറെ. ടൈംസ് ഓഫ് ഇന്ത്യയിലും മറ്റു പല പ്രമുഖ പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളിലും അന്തർമുഖനായിരുന്ന് കാർട്ടൂണുകൾ വരച്ചിരുന്ന, ഒന്നും അധികം സംസാരിക്കാത്ത ഒരു പാവം കാർട്ടൂണിസ്റ്റ്. ഒരു ദിവസം അദ്ദേഹത്തിലൊരു വിപ്ലവകാരിയെ ലോകം കാണുകയായിരുന്നു, മുംബൈ കാണുകയായിരുന്നു. ശിവസേന എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട്, മണ്ണിൻ്റെ മക്കളുടെ വാദവുമായിട്ട് അദ്ദേഹം രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ മുംബൈ ആകെ ഒന്നിളകി. ശിവസേന മഹാരാഷ്ട്രക്കാർക്കുള്ളതാണ് മുംബൈ, അന്യനാട്ടുകാർ ഇവിടുന്ന് പോകണം എന്ന മുദ്രാവാക്യത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ആ പ്രസ്ഥാനം പിന്നീട് ഒത്തിരി ഡൈല്യൂട്ടഡായി. പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി, NDAയുടെ ഒരു സഖ്യകക്ഷിയായി മാറി. പിന്നെ ഇന്ത്യൻ ഭരണത്തിൽ തന്നെ ഭാഗമായി. പല കാലഘട്ടത്തിൽ മുംബൈയുടെ, മഹാരാഷ്ട്രയുടെ ഭരണം പിടിച്ചു. ശിവസേനാ നേതാവായ ബാൽ താക്കറെ ഇന്ന് ചരിത്രമായി. അദ്ദേഹത്തിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് ആ പാർട്ടിയെ വീതം വെച്ചെടുത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പാതയിലൂടെ, ഈ രാജപാതയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ രണ്ട് വശത്തും ഗാംഭീര്യമാർന്ന കെട്ടിടങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ഗംഭീരമായ ആർട്ട് ഗാലറികൾ, മ്യൂസിയങ്ങൾ, കോളേജുകൾ, മുംബൈ ഹൈക്കോർട്ടിൻ്റെ അതിപ്രൗഢമായ മന്ദിരം, കണ്ടാൽ അത്ഭുതപരതന്ത്രമായി നമ്മൾ നിന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോകുന്ന തരം കെട്ടിടങ്ങളാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം മുംബൈ പോലീസിൻ്റെ ആസ്ഥാനം, ആദ്യകാലത്തെ അസംബ്ലി മന്ദിരമായിരുന്നത്, അത് ഇന്ന് മുംബൈ പോലീസിൻ്റെ ആസ്ഥാന മന്ദിരമാണ്. അതിമനോഹരമായൊരു കെട്ടിട കോംപ്ലക്സ്. വീണ്ടും നമ്മൾ നടന്നെത്തുമ്പോൾ അങ്ങകലെ അതാ ഒരു നിർമ്മിതി. മുംബൈ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ആ നിർമ്മിതി, അതെ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതിൻ്റെ സമീപത്ത് നിന്ന് നമ്മൾ ഒരു വശത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആകാശം മുട്ടുന്നൊരു ഒരു കെട്ടിടം, ഒരു ഹോട്ടൽ കോംപ്ലക്സാണ്. അതിൻ്റെ പേര് താജ്മഹൽ പാലസ് എന്നാണ്. അതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു നീളൻ കെട്ടിടം, ഒരു ക്ലാസിക് നിർമ്മിതി, 1800കളുടെ അവസാനം പണിത ഒരു നിർമ്മിതി. അതാണ് ആദ്യത്തെ താജ്മഹൽ ഹോട്ടൽ. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ആകാശം മുട്ടുന്നൊരു ഗോപുരമായിട്ട് നിൽക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കുമ്പം ഇതിൻ്റെ ചരിത്രവും നമ്മൾ ഓർത്തു പോകും. ജംഷഡ്ജി ടാറ്റയാണ് 1898 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1903 നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഇതായിരുന്നു. ഇത് നിർമ്മിക്കുന്നതിനൊരു കാരണമുണ്ട്, അതിന് രസകരമായൊരു കഥയുണ്ട്. ബോംബെയിലെ ഏറ്റവും പ്രമുഖമായ ഹോട്ടൽ അക്കാലത്ത് വാട്സൺസ് ഹോട്ടലായിരുന്നു. വെള്ളക്കാരുടെ ഒരു താവളം. വെള്ളക്കാരായ പ്രമാണിമാർ ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒക്കെ വരുന്ന ഒരു സ്ഥലം. ബ്രിട്ടനിൽ നിന്ന് വരുന്ന വൈസ്രോയിമാർ വരെ താമസിക്കാൻ തിരഞ്ഞെടുത്ത ഹോട്ടൽ. അന്നും വലിയ വ്യവസായ പ്രമുഖനായി കഴിഞ്ഞിരുന്ന ജംഷഡ്ജി ടാറ്റ ഒരു വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനൊപ്പം ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു. പ്രധാന കവാടത്തിലെത്തിയ അദ്ദേഹത്തെ കാവൽക്കാർ തടഞ്ഞിട്ട് ഒരു ബോർഡ് ചൂണ്ടിക്കാണിച്ചു. ഒൺലി ഫോർ വൈറ്റ്സ്, വെള്ളക്കാർക്ക് മാത്രം പ്രവേശനം. തൊട്ടടുത്ത് മറ്റൊരു ബോർഡ്, നോ ഇന്ത്യൻസ് ആൻഡ് ഡോഗ്സ് അലൗഡ്, ഇന്ത്യക്കാർക്കും നായകൾക്കും പ്രവേശനമില്ല. അപമാനിതനായി നിന്ന ജംഷഡ്ജി ടാറ്റ അവിടെ നിന്നൊരു തീരുമാനമെടുത്തു. ഇതിനേക്കാൾ വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഞാൻ സ്ഥാപിക്കും. അവിടെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏത് നാട്ടുകാർക്കും ഏത് മനുഷ്യർക്കും കയറി ഭക്ഷണം കഴിക്കാവുന്ന, താമസിക്കാവുന്ന ഒരു ഹോട്ടലായിരിക്കും അത്. അദ്ദേഹം ഫ്രാൻസിലേക്ക് ചെന്നു. അവിടെ ചെന്ന് പ്രമുഖമായ പല ഹോട്ടലുകളും കണ്ടു. ഇന്ത്യയിൽ ലഭ്യമല്ലായിരുന്ന നിർമ്മാണ വസ്തുക്കളെല്ലാം അവിടുന്ന് ശേഖരിച്ചു. എന്തിനേറെ, ഈഫൽ ടവർ പണിയാൻ ഉപയോഗിച്ച അതേ മെറ്റീരിയൽ തന്നെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അന്ന് കോൺക്രീറ്റ് കാര്യമായിട്ടില്ല, സ്റ്റീൽ കൊണ്ടായിരിക്കണം പണിയേണ്ടത്. ആ സ്റ്റീൽ ഫ്രാൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അദ്ദേഹം ആ ഹോട്ടൽ 5 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി. ഏറെ ചരിത്രമുള്ള, ഇന്ത്യക്കാരൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായ ആ ഹോട്ടലിന് മുന്നിൽ അതിൻ്റെ ചരിത്രം ഓർത്തുകൊണ്ട്, ഇനിയും പറയാത്ത കഥകൾ ഓർത്തുകൊണ്ട് ഞാൻ അവിടെ നിന്നു. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ
995 444 222.